നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്നലെ നിങ്ങൾ കണ്ടു കാണുമല്ലോ, ഞാൻ തിരുവല്ലയിൽ നിന്ന് ചെന്നൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലെത്തി. അപ്പോൾ എനിക്ക് ആക്ച്വലി പോകേണ്ടത് ക്രോംപേട്ടാണ്. അപ്പോൾ നമ്മുടെ ചെന്നൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് നമ്മുടെ അടുത്തുള്ള ഒരു സ്റ്റേഷനുണ്ട്, പാർക്ക് റെയിൽവേ സ്റ്റേഷൻ. നമ്മുടെ ലോക്കൽ ട്രെയിൻസ് ഒക്കെ ഓടുന്നതാണ്, ഈ റൂട്ടിലെല്ലാം ഓടുന്നതാണ്. ഓക്കെ, അവിടുന്ന് വെറും 10 രൂപ ടിക്കറ്റിൽ ഏകദേശം ഒരു 35-40 മിനിറ്റ്സ് ഉണ്ടായിരുന്നു ചെന്നൈ സെൻട്രലിൽ നിന്ന് ക്രോംപേട്ട് വരെ. 10 രൂപ ടിക്കറ്റ് ചാർജ് ആയുള്ളൂ. അപ്പം നല്ല സുഖമായിട്ട് നടന്നു തന്നെ അവിടെ നിന്ന് പോകാനുള്ള ദൂരമുള്ളൂ കേട്ടോ, ചെന്നൈ സെൻട്രലിൽ നിന്ന്. അത് കഴിഞ്ഞ വീഡിയോയിൽ കണ്ടു കാണും. അപ്പോൾ പാർക്ക് റെയിൽവേ സ്റ്റേഷനിൽ എത്തി, 10 രൂപ ടിക്കറ്റ് എടുത്തു. ഞാൻ ക്രോംപേട്ട് എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചത് ഇവിടെ എത്തിയതിന് ശേഷം നമ്മുടെ ലൊക്കേഷൻ നോക്കിയിട്ട് ഒരു ഹോട്ടൽ അല്ലെങ്കിൽ ഒരു ലോഡ്ജ്, അത്യാവശ്യം താമസിക്കാൻ കൊള്ളാവുന്ന ഒരു ലോഡ്ജ് എടുക്കുക എന്നുള്ളതാണ്. സാറിന് ഇതുവരെ നമ്മൾ പോകുന്നിടത്തെല്ലാം ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ ഉള്ളതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മൾ അറിയണ്ടായിരുന്നു. അപ്പോൾ ഇതൊരു എക്സ്പീരിയൻസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ്, എനിക്ക് ഫ്രണ്ട്സും ഒക്കെ ഉണ്ട് ഇവിടെ, എന്നാൽ ഇതൊരു എക്സ്പീരിയൻസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു രീതിയിൽ പ്ലാൻ ചെയ്തത്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ വന്നു, 1-2 കണ്ടു, നമ്മുടെ ബഡ്ജറ്റുമായിട്ട് ഒത്തുപോയില്ല. അപ്പോഴാണ് ഞാൻ ഈ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഹോട്ടൽ ബുക്ക് ചെയ്യാമെന്ന് എനിക്കറിയാം, ഓയോ വഴി. അങ്ങനെ ഞാൻ ആദ്യമായിട്ട് ഓയോയുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്തപ്പം വളരെ ചീപ്പായിട്ട് നല്ല അടിപൊളി ഒരു റൂം കണ്ടു. പലത് കാണിക്കുന്നുണ്ട്, അതിനെ തുറന്ന് ഞാൻ സെലക്ട് ചെയ്തു. അപ്പം അത് എടുത്തതിന് ശേഷം എനിക്കുണ്ടായ ദുരനുഭവമാണ്. അതായത് ഞാൻ ഈ വീഡിയോ ഷെയർ ചെയ്യുന്ന എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. എല്ലാവർക്കും അങ്ങനെ വരണമെന്നില്ല, ഓയോ ആപ്പിനെ ഞാൻ ആക്ഷേപിക്കുന്നില്ല. പക്ഷെ എനിക്കുണ്ടായ ഒരു എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്യും വീഡിയോ. എന്തിനാണെന്ന് ചോദിച്ചാൽ, നിങ്ങളും നാളെ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടൊക്കെ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുക. ഇപ്പം റൂംസിന് ഇത്രേ ഉള്ളല്ലോ, 3 ദിവസം ഇത്രേ ഉള്ളൂ, നമുക്ക് സുഖമായിട്ട് അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്യുമ്പം ഇവിടെ വരുമ്പം ആ റേറ്റ് ഫ്ലക്ച്വേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നമുണ്ടല്ലോ, അതൊരു പ്രശ്നം തന്നെയാണ്. അപ്പം അതുകൂടെ നിങ്ങളെ അറിയിക്കാനും അതൊരു അവയർനെസ് ഉണ്ടാക്കുക. പിന്നെ ആർക്കെങ്കിലും ഇങ്ങനെ മോശപ്പെട്ട അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ദയവായിട്ട് താഴെ കമന്റ് ചെയ്യണം. ഇതെനിക്ക് ഇവിടെ ചെന്നൈ ക്രോംപേട്ട് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഉണ്ടായ ഒരു അനുഭവമാണ് ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. അപ്പോൾ ഞാനത് ബുക്ക് ചെയ്ത ഡീറ്റെയിൽസും എല്ലാം ഞാൻ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ എന്ന് പറയുന്നത് ഇത് നിങ്ങളെ അറിയിക്കാനായിട്ടും മാക്സിമം ഷെയർ ചെയ്ത് ഇങ്ങനെ ആർക്കും ഉണ്ടാവരുത്, ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാവരുത്. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ്. അപ്പം കാണുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ എന്തെങ്കിലും ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ ദയവായിട്ട് ഈ ഒരു വീഡിയോയ്ക്ക് പ്രത്യേകം ഞാൻ പറയും, കമന്റ് ചെയ്യണം. സാറിനെ അങ്ങനെ പറയാറില്ല. അപ്പം എനിക്കും അറിയണമല്ലോ എന്താണ് ഒരു ജനറലൈസ് ചെയ്ത് എന്താണ് ഈ ഓയോയുടെ ഒരു സംഭവം. ഓക്കെ, ഞാൻ നോർമലി ബുക്ക് ചെയ്യാറുള്ളത് booking.com വഴിയാണ് ഇതുവരെ ചെയ്തിട്ടുള്ളത്. ഓക്കെ, എനിക്കും എൻ്റെ ഫ്രണ്ട്സിനും ഒക്കെ ചെയ്തിട്ടുണ്ട്, അതൊക്കെ നല്ല റിവ്യൂസ് ആയിരുന്നു. ഫസ്റ്റ് ടൈമാണ് ഞാൻ ഓയോ ട്രൈ ചെയ്തത്. അപ്പം ഈ വീഡിയോ കാണുക. ഓക്കെ, അപ്പം ഞാൻ ഓൾറെഡി ഓയോ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ ആപ്പ് സെർച്ചിൽ ജസ്റ്റ് സെർച്ച് ചെയ്യുക. അപ്പം ഞാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം ക്രോംപേട്ടാണ്. അപ്പോൾ ഇവിടെ നിയർ ബൈ താമസിക്കുക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം. അപ്പോൾ ഞാൻ ക്രോംപേട്ട് ടൈപ്പ് ചെയ്തുടനെ 48 ഓയോസ് ഫൗണ്ട് എന്ന് പറഞ്ഞ് കാണിച്ചു. ഓക്കെ, അതിൽ എനിക്കിഷ്ടപ്പെട്ടത് ഇതാണ്. അത്യാവശ്യം റിവ്യൂ ഒക്കെ നോക്കിയപ്പോൾ നല്ലതാണ്. ഓയോ സായ് എൻക്ലേവ്. ഓക്കെ, ഇവിടെയാണ് ഞാൻ ബുക്ക് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചത്. ഞാൻ റിവ്യൂ ഒക്കെ നോക്കി, അത്യാവശ്യം നല്ല റിവ്യൂ ആണ്, നല്ല റേറ്റേ ഉള്ളൂ. 600 സംതിങ് ആണ് കാണിച്ച റേറ്റ് പെർ ഡേ. ഓക്കെ, അപ്പോൾ 3 ദിവസത്തേക്ക് അത്ര പൈസ ഇല്ലാത്തുള്ളൂ. അപ്പോൾ ഞാൻ ഡേറ്റ് ചെക്ക് ചെയ്തത് 3 to 5 ആണ്. അഡൽസ് 1 കൊടുത്തു, നമ്മൾ സെർച്ച് കൊടുത്തു. അപ്പം പേരുമൊക്കെ വെച്ചിട്ട് ചെയ്തുകൊണ്ട് ബുക്കിംഗ് ഓൾമോസ്റ്റ് കൺഫേം ആണ്. പ്രൊസീഡ് ടു പേ കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ, ബുക്ക് നൗ ആൻഡ് പേ അറ്റ് ഹോട്ടലുണ്ട്, ബുക്ക് നൗ ആൻഡ് പേ ത്രൂ ആപ്പും ഉണ്ട്. അപ്പോൾ ഞാൻ ബുക്ക് നൗ പേ അറ്റ് ഹോട്ടൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ഇപ്പം പേ ചെയ്യാമെങ്കിൽ 1796 ഉള്ളൂ. അതായത് 2 നൈറ്റ്സ് 3 to 5, 3-ാം തീയതി മുതൽ 5-ാം തീയതി വരെ 1796 രൂപയാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ എക്സ്പീരിയൻസൊക്കെ ഷെയർ ചെയ്യാൻ ചോദിക്കും, അത് ഞാൻ സ്കിപ്പ് ചെയ്തു. ഇപ്പം പേ നൗ കൊടുക്കുകയാണെങ്കിൽ നമ്മളിപ്പം ഫോൺ പേയോ പേടിഎം വഴിയോ ഒക്കെ നമുക്കിപ്പം പേ ചെയ്യാം. ഇതിനകത്ത് കോളിൽ ഹോട്ടലിൽ വിളിക്കാനുള്ള നമ്പർ, ഡയറക്ഷൻസ് എല്ലാം തന്നെയുണ്ട്. ഇത് ഞാൻ ജസ്റ്റ് എന്ത് ചെയ്തെന്നറിയോ, ഇത് ഞാൻ ബുക്ക് ചെയ്തിട്ട് പേ അറ്റ് ഹോട്ടൽ കൊടുത്തു. അപ്പം 1 hour നമുക്ക് കിട്ടും, അവിടെ ചെന്ന് പേ ചെയ്താൽ മതി. അതേലും നന്നായി. കാര്യം നമ്മളിപ്പം പേ ചെയ്തിരുന്നെങ്കിൽ ഹോട്ടലുകാർ അവിടെ ചെന്ന് കൈ വളർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ക്യാൻസൽ ചെയ്ത് റീഫണ്ട് ചെയ്യാനൊക്കെ ടൈം എടുക്കും. ഓക്കെ, അപ്പം ഞാൻ അങ്ങനെ തന്നെ ഹോൾഡ് ചെയ്ത് വെച്ചതുകൊണ്ട് തന്നെ ഈ ഹോട്ടലിലേക്ക് നേരെ പോയി. ഇപ്പം നമുക്കൊരു കൺഫർമേഷൻ മെസ്സേജ് വന്നു കേട്ടോ. അപ്പം എന്താ പറഞ്ഞത്, കൺഫർമേഷൻ മെസ്സേജ് വന്നു. അപ്പം ക്യാൻസൽ ചെയ്യണോ വേണ്ടായോ, പേയ്മെൻറ്റ് ക്യാൻസൽ ചെയ്യണോ വേണ്ടായോ എന്നുള്ളത് കൊടുത്തു. ഞാൻ നോ കൊടുത്തു. അപ്പം നമുക്ക് ഇങ്ങനൊരു കൺഫർമേഷൻ മെസ്സേജ് നമ്മുടെ വാട്സപ്പിൽ വരും. താങ്ക് യു ഫോർ ചൂസിങ് ഓയോ, അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും വരും.
എത്രാം തീയതി മുതൽ എത്രാം തീയതി വരെയാണ്, ഏത് റൂമാണ് നമ്മൾ സെലക്ട് ചെയ്ത റൂം, റിസപ്ഷൻ കോൺടാക്റ്റ് നമ്പർ, ഡയറക്ഷൻസ് എല്ലാം തന്നെയുണ്ട്. ഓക്കെ, അപ്പം ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടാണ് നമുക്കിത് ബുക്ക് ചെയ്യാൻ പറ്റുന്നത്. റേറ്റ് ആണെങ്കിലും ഞാൻ പറഞ്ഞില്ലേ ഭയങ്കര റീസണബിളായിട്ടുള്ളൊരു റേറ്റാണ്. അപ്പോൾ ആ കണ്ട റൂം വെച്ചിട്ട് ആ റേറ്റിൽ കിട്ടുമെന്ന് തന്നെ എനിക്കൊരു സംശയം തന്നെ തോന്നി. അതുകൊണ്ടാണ് ഞാൻ പേയ്മെൻറ്റ് ഡയറക്റ്റ് ചെയ്യാഞ്ഞത്. അതേതായാലും നന്നായെന്ന് തന്നെ എനിക്ക് തോന്നുന്നു. പിന്നെ ബാക്കി ഡീറ്റെയിൽസ് ഞാൻ അവിടെ ചെന്നിട്ടുള്ളത് പറഞ്ഞുതരാം. നമ്മൾ നേരത്തെ ഫോട്ടോയിൽ കണ്ട പോലെ തന്നെയുള്ള റൂമാണ്. ചെറിയ റൂമാണെങ്കിലും നീറ്റാണ്, എ സി ആണ്, എല്ലാം ഓക്കെയാണ്. അപ്പോൾ ഇവിടെ വന്നുടനെ ചോദിച്ചു ഓയോ ആണോ. ഓയോ ആണെങ്കിൽ എടുക്കത്തില്ല. അവരുടെ താരിഫ് 1800 ആണ്. അപ്പം ഞാൻ ഇത്രയും ട്രാവൽ ചെയ്ത് വന്ന് വേറെ നിവർത്തിയില്ലാത്തതുകൊണ്ട് പെർ ഡേ 1800 കൊടുത്ത് ഇവിടെ എടുക്കേണ്ടി വന്നു. നല്ലൊരു പറ്റിക്കപ്പെടലായി പോയി. റൂം വെച്ച് റൂം ഓക്കെയാണ്, ഓക്കെ, ഒരു 1400 റേഞ്ചിലൊക്കെ ഉണ്ട് ഇവിടുത്തെ ഒരു ഇത് വെച്ച് നോക്കുമ്പോൾ. എനിവേ നമുക്കൊരു പറ്റിപ്പോയി. അതിനുശേഷം ഇവിടെ ഫുഡ് കിട്ടത്തില്ല. പക്ഷേ ഫുഡൊക്കെ കിട്ടാനായിട്ട് നമുക്ക് സൊമാറ്റോ, സ്വിഗ്ഗിയൊക്കെ ഈസിലി ഡിപ്പെൻഡ് ചെയ്യാം. അപ്പോൾ ഞാൻ സൊമാറ്റോ വഴി ഒരു വെജിറ്റബിൾ മഷ്റൂം ഫ്രൈഡ് റൈസ് ഓർഡർ ചെയ്തു. അത് വന്നു. അത് അത്യാവശ്യം നല്ലതായിരുന്നു. അതും 200 റുപ്പീസിൻ്റെ അടുത്തായി. പക്ഷേ ഒരു നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. മഷ്റൂം ഫ്രൈഡ് റൈസ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ കൂടുതലും ഡിപ്പെൻഡ് ചെയ്യുന്ന എല്ലാവരും സൊമാറ്റോ, സ്വിഗ്ഗിയാണ്, അടുത്ത് ഹോട്ടലുകളൊന്നും ഇല്ലെങ്കിൽ. അപ്പോൾ ഇതാണ് ഞാൻ ഒരു ദിവസം താമസിച്ചത്. നമുക്ക് അത്രയും ബഡ്ജറ്റ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ വേറൊരു റൂമിലോട്ട് ഷിഫ്റ്റ് ചെയ്യാണ്. ഒരു നൈറ്റ് എന്താണെങ്കിലും ഇവിടെ സ്റ്റേ ചെയ്തു. 24 hours ആയിരുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ.